ഇന്നത്തെ ഉച്ചയൂണിന് സ്പെഷ്യൽ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും കൂടെ ചേർന്നുള്ളൊരു മെഴുക്ക് പുരട്ടിയും പിന്നെ ഓണത്തിൻ്റെ അന്ന് വാങ്ങിച്ച പച്ചക്കറികൾ ബാക്കി കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സാമ്പാറും ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ പപ്പായ തോരൻ പോരാഞ്ഞിട്ട് മുരിങ്ങയില തോരൻ ഒക്കെ ഉണ്ടായിരുന്നു കമ്പടിയായിട്ട്. ചോറ് തെർമൽ കുക്കറിലാണ് വേവിച്ചത്. ഒരു 3 ഗ്ലാസ് അരി ഇട്ടാൽ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫെയറിലും തിളപ്പിച്ചിട്ട് ഇതിനകത്ത് കുക്കറിലാക്കി വെച്ച് കഴിഞ്ഞാലും ഞാൻ 2-3 മണിക്കൂർ 3-4 സമയമുള്ളപ്പോൾ 4 മണിക്കൂറാണെങ്കിലും ആക്കിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ചോറ് വെന്ത് മുകളിൽ പൊങ്ങിയിരിക്കും. നമുക്ക് കുറച്ച് ആവശ്യത്തിന് അന്നേരം കഴിക്കാനുള്ളത് ആവശ്യത്തിന് കുറച്ചിങ്ങ് എടുക്കാം. ബാക്കിയുള്ളത് ഞാൻ സാധാരണ അടപ്പ് വെച്ച് വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ വാർത്തിടും. അത് പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കാം. നാളെയും മറ്റന്നാളെയും 3 ഗ്ലാസ് അരി ഇട്ടാൽ 3 ദിവസത്തേക്കുണ്ട്. ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് അപൂർവ ചില ദിവസങ്ങളിൽ രാത്രി ചോറ് അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ മെഴുക്ക് പുരട്ടിയും സാമ്പാറും പപ്പായ തോരനും മുരിങ്ങയില തോരനും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു. എല്ലാവരും ചോറുണ്ണുന്ന സമയമാണ്. എല്ലാവരും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കഴിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും. ഓക്കെ, ഇന്ന് ശുദ്ധ വെജിറ്റേറിയൻ ആയിരുന്നു. കുഴപ്പമില്ല. എന്നും മത്സ്യമാംസങ്ങൾ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ മത്സ്യം ഉണ്ടായിരുന്നു, കഴിച്ചു. ഇന്നിനും വെജിറ്റേറിയനാണ്. രാവിലെ പുട്ടും പഴവുമായിരുന്നു, അതും സമയത്ത് തന്നെ ഉണ്ടാക്കി. ഞാൻ ഇപ്രാവശ്യം പുട്ടിന് പൊടിപ്പിച്ചു, മില്ലിൽ കൊടുത്ത്